കസിൻസിൻ്റെ ഒപ്പം സഭാ സ്ക്വയറിൽ മറൈൻ എക്സ്പോ കാണാൻ പോയിരുന്നു. അതിൻ്റെ വ്ളോഗാട്ടെന്ന് ഞാൻ നല്ല റെസ്പോൺസിബിൾ ചൈൽഡൊക്കെ ആയി ടിക്കറ്റൊക്കെ പോയെടുത്ത്. ഇതിൻ്റെ കസിനാണ് ഗൈസ്. ഫോട്ടോ എടുത്തോണ്ടായിരുന്നു വൈത്തലാടുന്നതാണ്. ഇതിലെന്താ ഞാൻ ഇങ്ങനെ എക്സ്പ്രഷൻ ഇടണമെന്ന് എനിക്കറിയില്ല. പിന്നെ അവിടെ കുറേ ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചു. പ്ലാസ്റ്റിക് അല്ലല്ലോ. ഞാൻ കാശ്മീരിലെത്തി ഗൈസ്. ആരും തെറ്റിദ്ധരിക്കേണ്ട, ബുദ്ധിയില്ലാത്ത കുട്ടികളാണ്. ഇതിൻ്റെ ഫേവറേറ്റ് ആനിമലാട്ടോ. ഇതല്ല കേട്ടോ, നേരത്തെ കാണിച്ചതാണ് ഫേവറേറ്റ് ആനിമൽ. ഇതിൻ്റെ കസിൻ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ എൻ്റെ ട്യൂഷൻ്റെ ഫ്രണ്ടിനെ കണ്ടു. ഓളാണെങ്കിൽ ഫുള്ള് നാണം. നല്ല തണുപ്പ് കിട്ടിയിട്ടാത്തോണ്ട് ഐസൊപ്പൊത്തിന് ഉറങ്ങി. പിന്നെ കുറേ മീനുകളെ കണ്ടു. പിന്നെ പോയൊക്കെ പെണ്ണ് നിറച്ച ആൾക്കാർ. അപ്പോൾ എന്താ അവിടെ ഒരു മത്സ്യകന്യക, അതിനെ കാണാനാണ് ആ ഫുൾ തിരക്ക്. പിന്നെ എനിക്ക് ഈ മത്സ്യകന്യകനെ വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അതിന് മുന്നേ വന്നപ്പോൾ ഒരു മത്സ്യകന്യക ഉണ്ട്. ആ മത്സ്യകന്യക നല്ല അടിപൊളി എനിക്ക് കാണാൻ. ഇതും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിന് എന്നാലും രസം. ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ മത്സ്യകന്യക. ഈ മത്സ്യകന്യകനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇതിന് കുറച്ചുകൂടി രസം. മറ്റേത് അവിടെ നിന്ന് എന്തൊക്കെയോ കാട്ടുക. പിന്നെ ഞങ്ങൾ പോയപ്പോൾ അവിടെ കുറേ സ്റ്റാൻഡായി. ഞാൻ എൻ്റെ അമ്മേനെ സോപ്പിട്ട് തൂമിച്ചാലേ ഫോണൊക്കെ വാങ്ങി. അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. ചെറിയ തോണിയല്ലേ? ഞാൻ പൊതുവേ അങ്ങനെ പാനിപൂരി തിന്നണമാണെന്നല്ലോ, 1-2 വട്ടമൊക്കെ തിന്നിട്ടുള്ളൂ. ഈ പാനിപൂരി നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് തോന്നി എൻ്റെ എക്സ്പ്രഷനൊക്കെ ഇങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തോണി കയറാൻ പോയപ്പോൾ ഉണ്ട് ഞങ്ങളെ ക്ലാസ്സിൽ എസ്തെറ്റിക് അഭിനന്ദ അവിടെ തോണിയിൽ. ഓന് ഇന്നെ കണ്ടപ്പോൾ ഫുള്ള് കുറവായി. എൻ്റെ കസിൻസിന് ഈ ടാറ്റ തരുന്ന ഉസാറൊന്നും ഇല്ലല്ലോ. അടുത്ത ക്ലിപ്പ് കാണാം. അങ്ങനെ അതിലൊരു തീരുമാനമായി. പിന്നെ ഞങ്ങൾ ഇതിൽ കയറാൻ വിചാരിച്ചു. പക്ഷേ ഇതിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിതിൽ കയറണ്ടെന്ന്. കാരണം ഞാൻ എൻ്റെ അമ്മായിൻ്റെ കൂടെ വന്നപ്പോൾ ഇതിലൊരട്ടം കയറിയിരുന്നു. വലിയ രസമൊന്നുമില്ലേ. 100 റുപ്യക്കുള്ള മുതലൊന്നും ആയില്ലേ. ഈ സാധനത്തിൽ കയറാൻ പോവാണേ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് വണ്ടി മാത്രമാണ്. പിന്നെ ഞാൻ അതിൽ കയറിയിരുന്നപ്പോൾ എൻ്റെ ബാക്കിൽ ഞാലെന്നെ കാണാൻ നല്ല രസമുണ്ട്. എന്നിട്ട് കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ ഇട്ടു. അപ്പോൾ അത് അവിടെ എസ്തെറ്റിക് അഭിനന്ദം. പിന്നെ ഇത് അടിപൊളി സെറ്റ്, നല്ല രസമുള്ളതുകൊണ്ടാണ് എൻ്റെ എക്സ്പ്രഷനൊക്കെ ഇങ്ങനെ. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ എൻ്റെ 32 പല്ലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് ഞാൻ തൊള്ള തുറന്നിക്കണ്. അത് കഴിഞ്ഞ് ഉമ്മച്ചിൻ്റെ ഒപ്പം കുറച്ച് ക്യൂട്ട്നെസ്. പിന്നെ ഐസൂനെ ചിർപ്പിച്ച് റീലെടുക്കുക എന്നുള്ളത് ഇനി മെയിൻ ടാസ്ക്. എത്രയായിട്ടും കുട്ടി കണ്ട് ഏൽക്കണില്ല. എന്താ ചെയ്യുക, അടുത്ത ബാലൻസൊക്കെ പോകണ്ടേനി. പിന്നെ ഈ കാണുന്നതാണ് നമ്മളെ സന്തൂർ മമ്മി, നേരത്തെ കാണിച്ച ഐസൂൻ്റെ ഉമ്മച്ചി. ഐസു പിന്നെ വീടെത്തിയപ്പോൾ ഫുള്ളോണ്. എന്താ അറിയില്ല, നല്ല ചിറിയൊക്കെ ചിരിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് 2-3 അടിയൊക്കെ കിട്ടിയെങ്കിലും കുറച്ച് ചിരിച്ചൊക്കെ തന്നു. പിന്നെ അത് പിറ്റേ ദിവസം രാവിലെ സന്തൂർ മമ്മി എൻ്റെ വയറ്റിലെ റീലെടുത്തോണ്ടായിരുന്നു നടക്കുന്ന ക്ലിപ്പാണ് ഗൈസ്.